ഡൽഹി വളയാൻ പുറപ്പെട്ട കർഷകരുടെ നിശ്ചയദാർഢ്യം അവരുടെ തയ്യാറെടുപ്പുകളിൽ വളരെ പ്രകടമായിരിക്കുന്നു. ഏത് പ്രതിബന്ധങ്ങളെ നേരിടേണ്ടി വന്നാലും എത്ര സമയമെടുത്താലും ലക്ഷ്യം കണ്ട ശേഷമേ പിൻവാങ്ങൂ എന്നവർ ആവർത്തിക്കുന്നു. പോലീസ് ഇവിടെ തടയുന്നു, അവിടെ പാർപ്പിടമാക്കിയാണ് കർഷകരുടെ ഇപ്പോഴത്തെ മുന്നേറ്റം. നീണ്ട സമരത്തിനായുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളുമായാണ് കർഷകരുടെ വരവ്. സമരായുധമായ ട്രാക്ടറുകൾ ശംഭു അതിർത്തിയിൽ കിലോമീറ്ററുകളോളം ദൂരത്തിൽ നിരന്നു കിടക്കുന്നു. ട്രോളി ട്രാക്ടറിൽ ഘടിപ്പിച്ച് താമസം, ഭക്ഷണം പാകം ചെയ്യലും തെരുവിൽ തന്നെ. घर तो हमारा बहुत पक्का काम किया हमने। रस्सी देखो डाला, तिरपाल डाल के पक्का काम किया है। कोई बारिश का कोई डर नहीं। अभी 6 महीने भी इधर रहना पड़े, रहेगा कोई बात नहीं। ऐसा 2 महीने लगे, साल लग जाए, अपना काम फतेह करके फिर जाएंगे घर में। हाँ, पक्का मोर्चा लगा लिया हमने, घर नहीं जाएंगे। തണുപ്പിൽ നിന്ന് രക്ഷ നേടാനായി ഹീറ്റർ ഘടിപ്പിച്ച ട്രോളിയും കൂട്ടത്തിലുണ്ട്. അടിയന്തര വൈദ്യസഹായത്തിനായി മെഡിക്കൽ ക്യാമ്പ്, 24 മണിക്കൂറും സജീവമായ ലങ്കറുകൾ. അങ്ങനെ നീളുന്നു അന്നദാതാക്കളുടെ സമരമുഖത്തെ തയ്യാറെടുപ്പുകൾ. ആദ്യ കർഷക സമരത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് എല്ലാ സജ്ജീകരണങ്ങളുമായിട്ടാണ് ജീവൻ മരണ പോരാട്ടത്തിനായി കർഷകർ വീണ്ടും തെരുവിലിറങ്ങിയത്. ശംഭു അതിർത്തിയിൽ നിന്ന് സന്ദീപ് മാലിക്കിനൊപ്പം നിതിൻ അംബുജൻ, 24.